ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, സൂമിലൂടെ സഭായോഗത്തിൽ പങ്കുകൊള്ളുന്നവർ, സഭയിലായിരിക്കുന്ന കർത്തൃദാസർ, ഏവർക്കും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വചന ഭാഗങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത്. അതിൽ 6ഉം 8ഉം ചേർത്ത് വായിക്കാം. നമുക്ക് 1 കൊരിന്ത്യ ലേഖനം 1-ന്റെ 6ഉം 8ഉം. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങൾ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിനെ പിതാവായ ദൈവം നമ്മെ കാത്തുകൊണ്ടു. ഒത്തിരി വാഗ്ദത്തം നിറഞ്ഞ അല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന ഒരു ദൈവവചന ഭാഗമാണിത്. വിശുദ്ധ പൗലോസ് തൻ്റെ 3-ാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് കൊറിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുവാനായിട്ട് ഇടവന്നത്. കൊറിന്ത്യയിലുള്ള വ്യക്തികൾ നേരിട്ട് വന്ന് പറഞ്ഞു കേട്ടിട്ടും അവരുടെ ഇടയിൽ കടന്നുകൂടിയ ദുരാചാരങ്ങളും മറ്റാചാരാനുഷ്ഠാനങ്ങളും കുറിച്ച് പൗലോസ് അറിഞ്ഞപ്പോൾ വളരെയധികം വേദന പൗലോസിനുണ്ടായി. കാരണം 1.5 വർഷത്തോളം കൊറിന്ത്യ പട്ടണത്തിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുമാർഗത്തിലേക്ക് അവരെ ആദായപ്പെടുത്തുവാൻ ചേർക്കുവാൻ തക്ക രീതിയിൽ പൗലോസ് തൻ്റെ ജീവിതം നന്നേ അവിടെ ഒഴിഞ്ഞു വെച്ചു. അല്ലെങ്കിൽ കഠിനമായ പ്രഹരങ്ങൾ ഏറ്റുകൊണ്ട് ആ കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് പൗലോസ് അവിടെ ജീവിച്ചത്. കൊറിന്ത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ കൊറിന്ത്യ സഭ എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് കൊറിന്ത്യ പട്ടണത്തെക്കുറിച്ച് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. കൊറിന്ത്യ പട്ടണം എന്ന് പറയുമ്പോൾ ഗ്രീസിലെ ഒരു വലിയ തുറമുഖ പട്ടണമാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും വ്യവസായപരമായ ആവശ്യങ്ങൾക്കായി നിരവധി കപ്പലുകൾ വന്നുപോയിക്കൊണ്ടിരുന്ന സ്ഥലം. മാത്രമല്ല നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ അവിടെ വന്നു പോയിരുന്നത് കൊണ്ട് ആ ദേശവാസികൾക്കും വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ കൈകാര്യം ചെയ്യുവാൻ അറിയുമായിരുന്ന സ്ഥലം. എന്നിരുന്നാലും ഈ കൊരിന്ത്യ പട്ടണം അറിയപ്പെട്ടിരുന്നത് അപ്പോളാസ് അല്ലെങ്കിൽ അഫ്രാദിത്ത് എന്ന പേരുള്ള ഒരു ദേവതയുടെ വലിയൊരു ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്തിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ കൊരിന്ത്യ പട്ടണം പ്രസിദ്ധി ആർജിച്ചിരുന്നത്. എന്ന് പറയുമ്പോൾ അവിടുത്തെ ആചാര അനുഷ്ഠാനമാണ് വേശ്യ സമ്പ്രദായം. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് 1000-ലധികം വേശ്യ സ്ത്രീകൾ ആ ക്ഷേത്രാങ്കണത്തിൽ അതിനായി നിലകൊണ്ടിരുന്നു. അവിടെ വരുന്നവരും തദ്ദേശീയരായവരും ഈ ക്ഷേത്രത്തിൽ പോയി അവർ ആചാരാനുഷ്ഠാനത്തിൽ പങ്കുകൊണ്ട് തികച്ചും മ്ലേച്ഛത നിറഞ്ഞ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടണമായിരുന്നു കൊറിന്ത് പട്ടണം. അവിടെയാണ് പൗലോസ് 1.5 വർഷം താമസിച്ചിട്ട് അവിടെയുള്ള ആളുകളെ ദൈവസഭയിലേക്ക് ചേർക്കുവാൻ നന്നേ പണിപ്പെട്ടു. അതിന് പൗലോസ് പറയുന്നത് വളരെ കണ്ണീരോടും വിലാപത്തോടും കൂടി വളരെ വേദനയോടും കൂടിയാണ് പൗലോസ് അവരുടെ സഭയിൽ കടന്നുകൂടിയ ദുരാചാരങ്ങളെ കേട്ട് പൗലോസ് നന്നേ വേദനിച്ചു. കാരണം പൗലോസ് അവരെ കുറിച്ച് എല്ലായ്പ്പോഴും അല്ലെങ്കിൽ നമ്മെ കുറിച്ച് എല്ലായ്പ്പോഴും
ദൈവത്തിന്റെ മുന്നിൽ വളരെയധികം സഹനമുള്ള ഒരു ജീവിതം സമർപ്പിച്ച് നമ്മെ വീണ്ടെടുക്കുവാൻ പൗലോസ് നന്നെ പണിപ്പെട്ടു. പൗലോസ് പറയുന്നത്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്കും അല്ലാത്തവർക്കുമായി ഞാൻ ഈ ലേഖനഭാഗങ്ങൾ എഴുതുമ്പോൾ നമ്മെയും പൗലോസ് കണ്ടിരുന്നു. നമ്മുടെ ജീവിതം ആ കൊറിന്ത്യ പട്ടണത്തിന് തുല്യമായിരുന്നു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്താണ്. കാരണം കൊറിന്തിയ സോമായി എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം കൊറിന്തിലെ പ്രവൃത്തികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ പരസംഗം ചെയ്യുന്ന ആളുകൾ. അത്തരത്തിലാണ് കൊറിന്ത്യ പട്ടണത്തിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ജനം മനസ്സിലാക്കിയിരുന്നത്. ആ ഒരു അവസ്ഥ പറയാൻ കാരണം, ഇത്രയും പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ എവിടെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ്. കുഴഞ്ഞ ചേറ്റിൽ, ഇന്ന് പാട്ടിൽ കേട്ടതുപോലെ, ആഴി അതിന്മേൽ കിടന്നപ്പോൾ, നമ്മേമേൽ മൂടിയപ്പോൾ പിതാവായ ദൈവം തന്റെ തിരുകര നീട്ടി ആ ചേറ്റിൽ നിന്നും, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ആ മ്ലാച്ഛതയിൽ നിന്നും നമ്മെ വലിച്ചെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ സഭയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ഇന്ന് ദൈവജനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാനൊരു കൊറിന്ത്യനാണെന്ന് നാം പലപ്പോഴും മുൻകാല ജീവിതങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാം മനസ്സിലാക്കണം. കൊറിന്ത്യ പട്ടണത്തിലുള്ളവർ ചെയ്ത അതേ പാപങ്ങൾ മുൻകാല ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ നാശകരമായ അവസ്ഥയിൽ എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച ആ ദൈവത്തിന്റെ മുന്നിൽ അനുസരണയോടെ ജീവിക്കുക, അല്ലാതെ വേറെ എന്താണ് നമ്മൾക്ക് ആ ദൈവത്തിന് കൊടുക്കാനുള്ളത്? നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വന്നാൽ, അതിന്റെ ആത്മീയ തലത്തിലേക്ക് ഒന്ന് ഇറങ്ങി നിന്നാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ആ 6ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം എന്ന് പറയുമ്പോൾ, പിതാവായ ദൈവം തന്റെ പുത്രനെ പറ്റി ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന സാക്ഷ്യം ഹേതുവായി നാം കേൾക്കെ അവൻ സ്നാനപ്പെട്ടു. തന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ പിതാവായ ദൈവം തന്റെ ആദിജാതനെ, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം, അവന്റെ ഈ ഭൂമിയിലെ ജീവിതവും നാം കണ്ടിട്ട് അതിന്മേൽ നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നാം നീങ്ങുമ്പോൾ, പിതാവായ ദൈവം ആ മൂത്ത പുത്രന്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ പിതാവും പുത്രനും എന്ന സഹവാസത്തിലേക്ക് നമ്മെ വീണ്ടെടുക്കുന്ന ആ രക്ഷാകരമായ പദ്ധതിയാണ് നമ്മുടെ മുന്നിൽ ക്രൂശമരണത്തിലൂടെ ദൈവം പുത്രനിലൂടെ നിർവഹിച്ചത്. അതിനായി നമ്മെ ഒരുക്കുന്ന പിതാവായ ദൈവം. 8ാമത്തെ വായിക്കുന്ന വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് വായിച്ചോളൂ. അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ നമ്മെ പരിപാലിക്കുവാൻ പിതാവായ ദൈവം അവിടെയും നമുക്കൊരു കാര്യസ്ഥൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ആ ദൈവത്തിന്, ആ ക്രിസ്തുവിന്, ആ മൂസ്ത സഹോദരന് വേണ്ടി ആ ഭവനത്തിലേക്ക് യോഗ്യരാക്കപ്പെട്ട നമ്മെ, നമ്മുടെ ജീവിതം അവന് വേണ്ടി അർപ്പിച്ച് നാം നീങ്ങുമ്പോൾ നാം വിശുദ്ധിയിൽ ജീവിച്ചേ മതിയാകും. നാം ലോകത്തെ തള്ളി, ലോകത്തിന്റെ ഇമ്പത്തെ തള്ളി ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ തക്ക രീതിയിൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് അതാണ് അവിടെ രേഖപ്പെടുത്തി വെച്ച്. അപ്പോസ്തല പ്രവൃത്തി 20:21 വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഒരു കാര്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പൊതുസ്ഥലത്ത് വെച്ചും വീട് തോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് എന്താണ്? പ്രയോജനമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന യാതൊന്നും പൗലോസ് മറച്ചു വെച്ചില്ല എന്ന് പറയുമ്പോൾ
എന്താണ് പൗലോസ് പറഞ്ഞിട്ടുണ്ടാകുക? അതൊന്നും കർണരസകരമായ കാര്യങ്ങൾ ആയിരിക്കില്ല, ചെവിക്ക് ഇമ്പമുള്ളതായിരിക്കില്ല. അതുകൊണ്ടാണ് ലേഖനം എഴുതിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് പലർക്കും പൗലോസിനോട് അമർഷവും വിദ്വേഷവും ഉണ്ടായെന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നിങ്ങൾ ജാതികളിൽ നിന്നും വിവാഹം സ്വീകരിക്കരുത്, നിങ്ങൾ അവരുടെ ഭക്ഷണങ്ങൾ കഴിക്കരുത്, നിങ്ങൾ വിശുദ്ധിയോടുകൂടി ജീവിക്കണം, നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നും അകന്ന് ജീവിക്കണം. ഇതൊന്നും അത്ര കർണരസമായി തോന്നില്ല, അല്ലേ? ഈ പത്യോപദേശങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഴ്ചകളിൽ സഭായോഗങ്ങൾ നിങ്ങൾ മുടക്കരുത്. നിങ്ങളുടെ ജോലികൾക്കായി മറ്റാവശ്യങ്ങൾക്കായി സഭായോഗങ്ങൾ മുടക്കി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആരെയാണ് തള്ളുന്നത്? ഈ പത്യോപദേശത്തെ തള്ളുമ്പോൾ അത് നിങ്ങൾക്കൊരു ഇരുമ്പ് രഥങ്ങളായി തീരും. കാരണം തൻ്റെ ആ യോഹന്നാന്റെ സുവിശേഷം 16:7 വായിച്ചാൽ മതി. 16:7 മൂന്നാമത്തെ വാക്യം വായിച്ചാൽ മതി. 16:7 തന്നെ മൂന്നാമത്തെ വാക്യം. ഞാൻ എന്ന് തുടങ്ങും. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം നമ്മെ കുറ്റമില്ലാത്തവരായി വഴി നടത്തുന്നതിന് സഹായകനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്ഷരികമായി യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആ സഹായകൻ വരികയില്ല. പക്ഷേ ആ വചനത്തിന്റെ ആത്മീയമായി വ്യക്തിപരമായി നാം ചിന്തിക്കുമ്പോൾ, എന്നിലെ ഞാൻ എന്ന അവസ്ഥ, എൻ്റെ പിടിവാശികൾ, എൻ്റെ വിദ്വേഷങ്ങൾ, എൻ്റെ വെറുപ്പുകൾ, എൻ്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ആ ഞാൻ എന്ന അവസ്ഥകൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ സഹായകൻ വരും. അപ്പോഴാണ് പിതാവായ ദൈവം നമ്മെ കുറ്റമില്ലാത്തവരായി വഴി നടത്തുന്നതിനെ നമ്മെ സഹായിക്കുക. അതിനെന്ത് വേണം? കർണരസകരമായ കാര്യങ്ങളല്ല ദൈവവചനത്തിലുണ്ടാവുക. പലരെയും മുറിപ്പെടുത്തുന്ന വചനങ്ങളാണ് പത്യോപദേശങ്ങൾ മുഴുവനും. പൗലോസ് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. എന്തെന്ന്? നിങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്ന യാതൊന്നും ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ആ സഭയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ അതൊക്കെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 വായിച്ചേ. യോഹന്നാൻ 3:16 വളരെ സുപരിചിതമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചന ഭാഗമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഞാൻ നശിച്ചു പോകാതെ നിത്യജീവിതം പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ എനിക്ക് നൽകുവാൻ തക്ക രീതിയിൽ ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് നാം ഓരോരുത്തരും ഹൃദയത്തിൽ തീരുമാനിക്കണം, ചിന്തിക്കണം. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ, ആ ആഴി ഇന്ന് പാട്ടിൽ കേട്ടതുപോലെ, ആഴി എൻ്റെ മേൽ മൂടിയപ്പോൾ, ആ തിരുകരം താതൻ പിതാവായ ദൈവം നമ്മെ അതിൽ നിന്നും നമ്മെ മാറോടണച്ചുകൊണ്ട്, നീ എൻ്റെ പുത്രനാണെന്നുള്ള ആ സ്നാനത്തിൽ കേട്ട അതേ സ്വരം, അതേ മാനസാന്തരത്തിൽ നാം സ്ഥാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ആ ജ്ഞാനസ്ഥാന സമയത്ത് ആ സ്വരം സ്വർഗത്തിലുണ്ടായിരിക്കും. കാരണം നമ്മെല്ലാവരെയും ആ സഹവാസത്തിലേക്കാണ് പിതാവായി ദൈവം വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ 9-ാമത്തെ വചനം വായിച്ച്. 1 കൊരിന്ത്യർ ലേഖനം 1:. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നാം ആ സാക്ഷ്യത്തിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത അവസ്ഥകളുണ്ടോ? പല സമയങ്ങളിൽ നമുക്കൊരു ജയം, പിന്നീട് പല സമയങ്ങളിൽ നമുക്കൊരു പരാജയം. അതിലെന്താണ് കാരണം? നമുക്ക് പഴയ നിയമപുസ്തകത്തിൽ നിന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 1:19 വായിച്ച്.
ന്യായാധിപന്മാരുടെ പുസ്തകം 1:19. കർത്താവ് യൂദയായോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൻ കാലേബിന് കൊടുത്തു. അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ബെഞ്ചമിന്റെ ഗോത്രക്കാർ അടുത്ത വചനം വായിക്കൂ. 21. ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജെബ്യൂസരെ പുറത്താക്കിയില്ല. അതിനാൽ ജെബ്യൂസർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. അവരോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ അനുസരിച്ചില്ല. അവരോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന പ്രദേശങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ജാതീയമായ ആളുകളെ നിങ്ങൾ തോൽപ്പിച്ചോടിക്കണം, അവരെ നിശേഷം സംഹരിക്കണം, എന്നിട്ട് അവിടെ പോയി താമസിക്കണം. പക്ഷേ ഇവരെന്ത് ചെയ്തു? ജെബ്യൂസർ എന്ന ജാതികളെ അവർ അവിടുന്ന് തുരത്തിയില്ല. ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജെബ്യൂസരെ പുറത്താക്കി. അതിനാൽ ജെബ്യൂസർ ബെഞ്ചമിൻ ഗോത്രക്കാരുമായി ഇടകലർന്ന് ജീവിച്ചു. നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ ദൈവം നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ പാപാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിനെ സാരമില്ല എന്ന് കണക്കാക്കി നാം നീങ്ങിയാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അവർക്കൊരു ഇരുമ്പ് രഥങ്ങളായി തീരും. ആ പത്യോപദേശങ്ങളൊക്കെയും നാം അനുസരിക്കുവാൻ പൂർണ്ണമായും നിർബന്ധിതരാണ്. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നിന്റെ വേലയിൽ നീ ചെയ്യരുത്, പോകരുത്, അരുത് അരുത് എന്ന് എണ്ണമിട്ട് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ നാം വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഒരു സഭായോഗല്ലേ അതങ്ങോട്ട് മുടങ്ങാം, എനിക്ക് അത് ചെയ്യാനുണ്ട്, എനിക്ക് ഇത് കിട്ടാനുണ്ട്, ദൈവം നോക്കി കാണാണ്. കാരണം ആ നിങ്ങൾ മുടക്കിയ, നിങ്ങൾ തെറ്റിലേക്ക് അല്ലെങ്കിൽ അനുസരിക്കാത്ത ആ പത്യോപദേശം തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഇരുമ്പ് രഥങ്ങളായി നിലകൊള്ളുക. കാരണം ആ നിത്യതയിലേക്ക്, നമ്മുടെ വിശുദ്ധിയിലേക്ക് നീങ്ങുവാൻ അത് തടസ്സമായി നിൽക്കും. അതുകൊണ്ടാണ് ദൈവം മുന്നമേ തന്നെ പഴയ നിയമത്തിൽ അത് വ്യക്തമാക്കി വെച്ചു. അതിൻ്റെ 2:1-2 വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം 2:1-2 വായിച്ചു. കർത്താവിന്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം ചെയ്തു, അവരെ കൊണ്ടുവന്നു. നിങ്ങളെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? 2-ാമത്തെ വാക്യം വായിച്ചേ. ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ചില്ല. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളെ പരിശോധിക്കുക. ആ പത്യോപദേശങ്ങൾ നാം നിസ്സാരവൽക്കരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ നിൽക്കില്ല, പ്രിയപ്പെട്ടവരെ. അതിന്റെ 3-ാമത്തെ വാക്യം പഴയ സത്യപുസ്തകം എന്ന് വായിച്ചു നോക്കിയാൽ 2:3 പഴയ സത്യപുസ്തകം എന്ന് വായിച്ചു നോക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 2. അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്തുമുള്ളവരായിരിക്കും. ഒരു മുള്ളായി അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് ഒരു മുള്ളായി തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. നമ്മൾ നിസ്സാരവൽക്കരിച്ച് ദൈവവചനത്തിന് വിരുദ്ധമായി ജാതികളുമായി ഇടകലർന്ന് പത്യോപദേശങ്ങളെ കാറ്റിൽ പറത്തി നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടേതായ ജോലികൾക്ക് വേണ്ടിയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നാം ഈ ദൈവവചനത്തെ കാറ്റിൽ പറത്തി നാം ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊന്നും സാരില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ
ആ നീക്കിക്കളയാത്ത അവസ്ഥകളായിരിക്കും നമ്മുടെയൊക്കെ നിത്യജീവന് തടസ്സമായി നിൽക്കുക. കാരണം ആ സാക്ഷ്യം ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മിൽ ആ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അതോ അത് ആടിക്കളിക്കുന്നതാണോ? ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം നിർത്തി അതിന്റെ 12 വായിച്ച്. ജോഷുവയുടെ പുസ്തകം തൊട്ട് പുറകിലുള്ള ഇതിൽ കാണാം. ജോഷുവയുടെ പുസ്തകം 17-ന്റെ 12-ാമത്തെ വാക്യം വായിച്ച്. എന്നാൽ മാനസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു. 13 വായിക്കും. പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. നമ്മൾ വിചാരിക്കും ഈ ചെറിയ കാര്യല്ലേ, അത് സാരില്ല, ഞാൻ അതിനെ അതിജീവിച്ച് മുന്നേറുമെന്ന് നാം വിചാരിക്കും. ആ പാപാവസ്ഥയെ അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കില്ല. കാരണം അനുസരണക്കേടിനെ നാം വലിയ വില കൊടുക്കേണ്ടി വരും. അവർ വിചാരിച്ചു അത് സാരില്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് അടിമവേല ചെയ്യിച്ച് അവരെന്ത് ചെയ്തു? അവർ ശക്തി ആർജിച്ചു, അവരെണ്ണത്തിൽ പെരുകി. അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ച്. മലമ്പ്രദേശങ്ങൾ മുഴുവൻ 17 വായിച്ചു. ജോസഫിന്റെ ഗോത്രങ്ങളായ എഫ്രായിമിനോടും മാനസയോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ വലിയൊരു ജനതയാണ്, ശക്തിയുമുണ്ട്. നമുക്ക് ആത്മീയമായ ശക്തിയുണ്ട്, നമുക്ക് ഭൗതികമായ സമ്പത്തുണ്ട്, നമുക്ക് കഴിവുകളുണ്ട് എന്ന് നാം അഹങ്കരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രം പോരാ, മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ. അത് വനമാണെങ്കിലും അതിൻ്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. കാനാന്യർ ശക്തന്മാരും ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരുമാണെങ്കിലും നിങ്ങൾക്ക് അവരെ തുരത്തി ഓടിക്കാം. ദൈവം ചെയ്യാനത് മുഴുവൻ ചെയ്തു വെച്ചു, പറഞ്ഞു വെച്ചു. അവിടുത്തെ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റി. എന്നാൽ ജനം അതിൽ നിന്നും തിരിഞ്ഞു. നമ്മൾ ഓരോരുത്തരും വചനം കേട്ട് ഇവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു ഇവിടുന്ന് സഭാഹാളിൽ നിന്ന് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ എവിടേക്ക് കാലെടുത്ത് വെക്കുന്നത്? നാം ലോകരോടൊപ്പമാണ് കാലെടുത്ത് വെക്കുന്നത്. എന്നാൽ നമ്മൾ എന്ത് വേണം? ഇവിടെ കേട്ട വചനങ്ങൾ ദൈവമേ എൻ്റെ മാനസാന്തരത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ കേട്ട വചനം അനുസരിക്കാമെന്ന തീരുമാനം മാത്രം പോരാ, അതിനോട് ചേർന്ന ഒരു പ്രവൃത്തിയും വേണം. അനുസരണവും ചേർന്ന പ്രവൃത്തിയും. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി അത് കീഴടക്കിക്കൊള്ളുവിൻ. അതവർ ചെയ്തില്ല. കാരണം അവരുള്ളിൽ ആ അനുസരണക്കേട് ഉള്ളതിനാൽ, അവർ നീക്കം ചെയ്യാതിരുന്നതിനാൽ അതെല്ലാം അവർക്കൊരു ഇരുമ്പ് രഥങ്ങളായി മാറും. സാധാരണ രഥങ്ങളുടെ ചക്രങ്ങളൊക്കെ മരം കൊണ്ടുള്ളതും ഒക്കെ ആയിരിക്കാം. എന്നാൽ ആ കാലപ്പഴക്കത്തിൽ ആ പാപാവസ്ഥകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് അത് ഇരുമ്പ് രഥങ്ങളായി മാറിയിട്ടുണ്ടോന്ന് നാം സ്വയം പരിശോധിക്കണം. ഏത് പത്യോപദേശത്തിനാണ് എനിക്ക് അനുസരിക്കാൻ പറ്റാത്തതെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഇരുമ്പ് രഥങ്ങളായി മാറിയിട്ടുണ്ടായിരിക്കും. അതിനാൽ ചില സമയങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ജയം, പല സമയങ്ങളിൽ നമുക്കൊരു പരാജയം, വീണ്ടും ജയം. പക്ഷേ നാം ലോകത്തിനോട് ചേർന്ന് നിന്നാൽ ആ പരാജയം നിരന്തരമായി നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ജാതികളിൽ നിന്നും നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും നമ്മുടെ പാപാവസ്ഥകളിൽ നിന്നും മാറി നിൽക്കുന്ന വിശുദ്ധിയുള്ള ഒരു കൂട്ടമായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ പുത്രന് അനുരൂപരായി തീർന്നുകൊണ്ടും അനുരൂപരായിക്കൊണ്ടും ജീവിക്കുന്ന ആളുകളാണ് ദൈവസഭയ്ക്ക് ഉള്ളിൽ ഉള്ളതെന്ന് അതിന്റെ 2-ാമത്തെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2 വായിച്ച്. അവിടെ വായിക്കുമ്പോൾ കാണാം, പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് പറയുന്നു, ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഉണ്ട് എന്ന് ഹൃദയത്തിൽ നാം രേഖപ്പെടുത്തി വെക്കണം. 1:2 വായിച്ച്. 1 കൊരിന്ത്യർ ലേഖനം 1:2. യേശുക്രിസ്തു സഹോദരൻ സെസ്താനോസും കൊറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്കും എഴുതുന്നത്, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും
കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് നമ്മുടെ മുഖം കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ പ്രതി കരഞ്ഞ് വളരെയധികം വേദനിച്ച് ആ ലേഖന ഭാഗങ്ങൾ എഴുതിയപ്പോൾ നമ്മുടെയൊക്കെ വിശുദ്ധിയാണ് പൗലോസ് ആഗ്രഹിച്ചിരുന്നത്. പിതാവായ ദൈവം ആ സഹായകൻ അയച്ചിട്ട് ആ സഹായകൻ ഒരു മൽപ്രതകാരനല്ല. സഹായകൻ നമ്മുടെ ഉള്ളിലിരുന്ന് മന്ത്രിക്കും, അരുത്, ഇതാണ് വഴി, ഇതിലെ പോകുക, ഈ പത്യപക്ഷം നീ അനുസരിക്കുക, സഭയോഗങ്ങൾ മുടക്കാതെ ഇന്നത് ചെയ്യ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ അതിനെ വില കൊടുക്കാതെ നാം മുന്നേറുമ്പോൾ അതെല്ലാം നമുക്കുള്ളിൽ നീക്കം ചെയ്യാൻ പറ്റാത്ത ഇരുമ്പ് രഥങ്ങളായി തീരും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കാരണം ആദിയിൽ നഷ്ടപ്പെട്ട ആ സഹവാസം നമ്മുടെ മേൽ പുനരധിവാസം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കത് വീണ്ടും നൽകുമ്പോൾ പിതാവും പുത്രനും നമ്മളും ചേർന്ന ആ സ്വർഗീയ ഭവനത്തിൽ നാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 12:14-15 നമ്മെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതങ്ങളെ നാം പുനഃപരിശോധിച്ച് നമ്മളിലുള്ള കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി വർഷങ്ങളായി നിസ്സാര കാര്യങ്ങൾക്കായി നമ്മുടെ ഉള്ളിൽ പിണക്കങ്ങളും വെറുപ്പുകളും ഉണ്ടെങ്കിൽ അതെല്ലാം ഇരുമ്പ് രഥങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്നാൽ അതിന്മേലാണ് അത് കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കും. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയായി തീരുമെന്ന് ദൈവജനം രേഖപ്പെടുത്തുമ്പോൾ ലോക സംഭവങ്ങൾ ഓരോന്നും, അല്ലെങ്കിൽ ലോകം തൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ വരവനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഇപ്പോഴും ആ പഴയ അവസ്ഥയിൽ ആഴി ആ കൊറിന്തിലെ വ്യക്തി എന്ന നിലയിൽ, അല്ലെ, കൊറിന്തിയ സോമായി ആ പരസംഗം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെന്ന്, അല്ലെങ്കിൽ അവിടുത്തെ പ്രവൃത്തികൾ ചെയ്യുന്ന നമ്മുടെ പഴയകാല മനുഷ്യനിൽ നിന്നും വിട്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ നാം പിതാവായ ദൈവം അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. എങ്ങനെ? ഈ അവസ്ഥയിലാണെങ്കിൽ അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. ഇന്ന് പാട്ടിൽ കേട്ടതുപോലെ മുൻകാല ഭക്തന്മാരൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല സിംഹത്തിന്റെ ഗുഹയിലും ഗരിയത്തോട്ടിലെ വെള്ളം കുടിച്ച് ജീവിക്കാനൊക്കെ ഇടവന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല. അവർ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ആ കഷ്ടതകളിൽ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവം. കാരണം ജാതികൾ ഭഗവാനെന്നും ഈശ്വരനെന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അപ്പ, പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം നമ്മുടെ മുന്നിൽ അവസരം വെച്ചിരിക്കുകയാണ്. ഈ അവസരം നാം നിസ്സാരവൽക്കരിക്കരുത്. കാരണം നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ വിട്ട് നമ്മെ ദൈവത്തിന്റെ സഭയിൽ കൂട്ടിവരുത്തിയിട്ടുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് വന്നവൻ പ്രമാണം അനുസരിച്ച് ജീവിച്ച് മതിയാകും. ദൈവജനം ഇതാണെന്ന് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്കൊരു തോൽവിയാണ്, ചില സമയങ്ങളിൽ നമുക്കൊരു ജയം. എവിടെയാണ് തോൽക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നാം കരയണം. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നാം നിരന്തരമായി കരഞ്ഞേ പറ്റൂ. ആ പാപാവസ്ഥ, ആ വെറുപ്പിന്റെ അവസ്ഥ എന്നിൽ വളർന്ന്, ദൈവമേ, എൻ്റെ നിത്യത ഇത്രയും നാൾ നാം എന്തിൽ നിന്നൊക്കെ വേർപെട്ട് ജീവിച്ചു, അതെല്ലാം വൃഥാവിലായി പോകുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നാം ജീവിക്കാതെ, കാരണം ഹെബ്രായ ലേഖനം 11:24-25 കൂടി വായിച്ചാൽ നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഹെബ്രായ ലേഖനം 11:24-25 വായിക്കുമ്പോൾ, മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു.
സങ്കീർത്തനത്തിൽ പറയുന്നത് മോശ ദൈവത്തിന്റെ വഴികൾ കണ്ടു, ജനം ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടു. മോശ ദൈവത്തിന്റെ വഴികൾ കണ്ട് ജനത്തെ നടത്തിയപ്പോൾ മോശ കണ്ടത് ഇതാണ്: അവൻ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നാം ഓരോരുത്തരും ഞാൻ ഈ ലോകത്തിന്റെ മകനല്ല എന്ന് നാം തിരിച്ചറിയണം. അവിടെ ആ വചനം നമ്മോട് പറയാണ്, ഞാൻ ഈ ലോകത്തിന്റെ മകനല്ല, എൻ്റെ മേൽ ഒരു വിളിയും ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടെന്ന് നാം ഹൃദയത്തിൽ ഇന്ന് ഉറപ്പിക്കണം. നമ്മുടെ മേലുള്ള സ്വർഗീയ വിളി, ഒരു സ്വർഗീയ സമ്പത്ത്, ഒരു സ്വർഗീയ പൗരത്വം, അതിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ മൂത്ത ജ്യേഷ്ഠന്റെ വരവിൽ പിതാവിനോടൊപ്പം സ്വർഗീയ ഭവനത്തിലേക്ക് പോകാൻ നാം തയ്യാറായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈജിപ്തിലെ നിധികൾ, ഈ ഭൂമിയിലെ വസ്തുവകകൾ നിസ്സാരമായി എണ്ണിക്കൊണ്ട് ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമെന്ന് ഉറച്ച തീരുമാനത്തിൽ നാം എത്തണം. കാരണം ക്രിസ്തുവിന്റെ ജീവൻ, അവന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കും. അവന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ലോകത്തോട് ചേർന്ന് പത്യോപദേശത്തിന് വിരുദ്ധമായി സ്വന്തം ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കും. തൽഫലമായി നമ്മിൽ നിന്നും നീക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ തെറ്റുകൾ നമ്മുടെ മുന്നിൽ ഇരുമ്പ് രഥങ്ങളായി മാറും. ദൈവം ചെയ്യാന്ന് പറഞ്ഞു വെച്ച അതെല്ലാം ദൈവം ചെയ്തു, പരിശുദ്ധാത്മാവിനെ തന്നു സഹായകനായി. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് ഇന്ന് സഭയോട്, നമ്മുടെ ഓരോരുത്തരോടും എന്നോടും ഈ വചനഭാഗം സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ, മർക്കടമുഷ്ടിയുടെ, വെറുപ്പിന്റെ, നിസ്സാര കാര്യങ്ങൾക്കായി പിണക്കം വെച്ച് നടത്തുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ ദൈവസഭയ്ക്കകത്ത് ഉണ്ടെന്ന് ദൈവജനം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വെറുപ്പിന്റെ മേഖലകൾ നമ്മുടെ മുന്നിൽ ഇരുമ്പ് രഥങ്ങളായി മാറിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളുകയും. കാരണം പിതാവായ ദൈവം മഹാകരുണയുള്ളവനായതുകൊണ്ട് അവർക്ക് അവർ വന്ന് അപേക്ഷിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയും വീണ്ടും അവർ തെറ്റിലേക്ക് പോകും, വീണ്ടും അവർ കരയും, വീണ്ടും അവരുടെ മുന്നിൽ ദൈവം ആ വഴി തുറന്നു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹാകരുണ നമ്മുടെ മേൽ ഉള്ളതിനാൽ അത് വൃഥാവാക്കി കളയാതെ ഇന്ന് എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അതിനായി നാം ഒരുങ്ങിക്കൊള്ളുക. കാരണം ലോകം ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഒരുക്കം എന്ന് നമുക്ക് പുനഃപരിശോധിക്കാം. കേട്ട വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.